ഹായ്, അസ്സലാമു അലൈക്കും. എന്താ ഇവിടെ എല്ലാവർക്കും സുഖമൊന്നുമില്ല? നോമ്പൊക്കെ ഭയങ്കര ഉഷാറായിട്ട് പോകുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഞാൻ ഇന്നലെ റിഫയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഖാദർ കരിപ്പൊടിയുടെ ഫേക്ക് കോളികൾ അങ്ങനെ തന്നെ പറയാം, നമുക്ക് ഒറിജിനൽ ഐ ഡി വെച്ചിട്ട് സത്യങ്ങൾ പറയുന്ന പരിപാടിയില്ലല്ലോ. അതിൽ വന്ന് വളരെ മോശപ്പെട്ട രീതിയിൽ കമൻ്റ് ഇടുന്നുണ്ട്, അങ്ങക്ക് അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്നൊക്കെ പറഞ്ഞു. എൻ്റെ പേരിൽ കേസ് കൊണ്ടുവന്നത് ഖാദർ കരിപ്പൊടിയാണെന്നും അതിന് പിന്നിൽ വലിയ ഗൂഢാലോചനകൾ ഉണ്ട് എന്നും എല്ലാം തെളിയിച്ചിട്ടാണ് ഹൈക്കോടതി ഞാൻ ജാമ്യം കിട്ടി പുറത്തിറങ്ങി. അങ്ങനെയാണ് ഒരു 2-3 കേസ് ഞാൻ പൊട്ടിച്ചതും. ഓക്കെ, ബാക്കി പൊട്ടിക്കാൻ നമുക്ക് ചെറിയ നിസ്സാരം മതി, അതൊക്കെ പോട്ടെ. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഖാദറെ, നീ എന്നെ എത്രത്തോളം നിശബ്ദനാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നിനക്കെതിരെ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരിടത്ത് പോലും ഞാൻ ഖാദർ കരിപ്പൊടിയും ബാച്ചയും സഹോദരനാണ് എന്ന് ഞാൻ പറഞ്ഞത്, അത് പറഞ്ഞത് ഈയാണ്. അപ്പം നീ സഹോദരനാണോ നമുക്കറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ബാച്ചയും ഖാദർ കരിപ്പൊടിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ റിഫയുടെ കേസുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഒരു വയലൻസ് ആയിട്ട് വന്നിരുന്ന ബാച്ച എന്ന് പറയുന്ന ഒരു ക്രിമിനലിൻ്റെ എങ്ങനെ അവൻ പുണ്യാളനായി മാറി, അതിൻ്റെ ഒരു പ്രൂഫല്ല ഞാൻ ആട്ടിയിട്ടിന് എനക്കെന്തത്ര പൊള്ളാൻ കാരണം. എന്തേ ഈ പറഞ്ഞ കാര്യങ്ങൾ കളവാണെന്ന് നാട്ടുകാരെ അറിയുമെന്നില്ല. എൻ്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അത് പോലീസിന് കൈമാറാത്തത് എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഓക്കെ, ആ സത്യങ്ങൾ പുറത്ത് വരട്ടെ. ഇമോഷണലായിട്ട് എല്ലാവർക്കും സങ്കടമുണ്ട്. ആ പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചില്ല, എല്ലാവർക്കും സങ്കടമുണ്ട്. കുട്ടിക്ക് നീതി കിട്ടുന്ന വേണം. പക്ഷെ ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ അൺബിലീവബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ആ സംഭവ സമയത്ത് അവിടെ ഉള്ളതുപോലെയാണ് എൻ്റെ പ്രതികരണം. പക്ഷേ ഈ മെഹനാസ് നല്ലവനാണോ ചീത്തവനാണോ അങ്ങനെ ചോദ്യം. എനിക്ക് എന്തിനാ മെഹനാസിനെ വിളിപ്പിക്കാൻ നോക്കും? ഞാൻ ഒരിക്കലും അവനെ വിളിപ്പിക്കാൻ നോക്കില്ല. അവൻ്റെ ആരുമല്ല, വിളിപ്പിക്കാൻ അവനെൻ്റെ ആരുമല്ല. ഞാൻ വരുന്നത് എനിക്കെതിരെ. ഈയും ബാച്ചയും തമ്മിലുള്ള ബന്ധം എന്താണ്? മെഹനാസിനൊരു വിഷയം നടന്നപ്പോൾ അവനൊരു കർമ്മ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടു. പക്ഷെ പെട്ടെന്ന് വെച്ചാൽ ആ വീഡിയോ റിമൂവായി. എന്തിനാ ആ വീഡിയോ റിമൂവ്? അവൻ്റെ ഭാഗത്ത് തെറ്റുകളൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അവൻ ആ വീഡിയോ റിമൂവ് ചെയ്ത്? ഈ പറഞ്ഞു, കാരണം ഈ വെറുതെ വലിഞ്ഞു കയറി വരണ പഴയതെല്ലാം കുത്തിപ്പൊങ്ങും എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞു. ചോദിക്കേണ്ടി തന്നെ വരുമല്ലോ കഥ. ഈ എങ്ങനെ ഈ നന്നാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും വിളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഞാനത് പുറത്ത് കൊണ്ടുവരും. ഓക്കെ, പിന്നെ എൻ്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ പിന്നെ എന്തിനാ പോലീസിന് കൈമാറാതെ എൻ്റെ കയ്യിൽ തന്നെ കൊടുക്കണ്ടേ? ആ കുടുംബത്തിനോട് നീതി പുലർത്തണ്ടേ? ആ കുടുംബത്തിന് നീതി വാങ്ങിച്ചു കൊടുക്കണ്ടേ? എന്തിനാണ് ഈ നാട്ടുകാരെ മുഞ്ചിപ്പിക്കാനും കളവുകൾ മാത്രം പറഞ്ഞാണ് നടക്കുന്നത്? ഇത് മാത്രമേ എനിക്ക് തെളിയിക്കേണ്ടല്ലോ. എനിക്ക് മേനാസിനെ നന്നാക്കേണ്ട ആവശ്യമില്ല. അവന് എൻ്റെ ആരുമല്ല, മനസ്സിലായോ? എനിക്കിത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറൊരു വിഷയവും ഞാൻ തമ്മിലില്ല. പിന്നെ എൻ്റെ പേരിൽ വന്ന കേസുകൾ എങ്ങനെ തെളിയിക്കണം, എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ആക്കണം എന്നുള്ളത് എൻ്റെ കയ്യിൽ. പിന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടു, താമരശ്ശേരിയിലൊരു FIR ഇട്ടു, നിലമ്പൂർ ഒരു FIR ഇട്ടു. നിലമ്പൂർ FIR ഇട്ടത് എൻ്റെ കല്യാണത്തിന് 10 ദിവസം മുന്നേ എൻ്റെ മുൻ കാമുകിയെ വെച്ചിട്ടാണ്. ഓക്കെ, അതിൽ എനിക്ക് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യവും ആ കേസ് സ്റ്റേ ചെയ്യുകയും ചെയ്തു. ഓർഡറിൻ്റെ കോപ്പി ഇതാ. ഓക്കെ, പ്രഥമ ദൃഷ്ടിയാൽ തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട്, വ്യക്തിവൈരാഗ്യം തീർക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം തന്നു. പിന്നെ താമരശ്ശേരി പോലീസിൽ പൈസ കൊടുത്തിട്ടാണ് പണ്ടിൻ്റെ പേരിൽ ഒരു വ്യാജ പീഡന പരാതി കൊണ്ടുവന്നത്. ഇതേപോലെ വീണ്ടും കൊണ്ടുവന്നു. താമരശ്ശേരി പോലീസ് കൈക്കൂലിക്കാരാണ് എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങളുടെ റെക്കോർഡിൽ തന്നെ നമുക്കറിയുന്ന വിഷയമാണ് അല്ലേ? താമരശ്ശേരി പോലീസിന് പൈസ കൊടുത്ത് ചിലപ്പോൾ ഊഞ്ഞാലാടുന്ന പോലീസുകാരാണെങ്കിൽ ഉണ്ടാവും. ഞാൻ അതിനെതിരെ DGPക്കും മറ്റുള്ളവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മുബഷിറ എന്ന് പറയുന്ന വ്യക്തിയും ഞാനും തമ്മിൽ മുന്നേ പ്രശ്നങ്ങളുണ്ട്. ആ കേസ് ഞാൻ ജയിച്ചിരുന്നു. അവളുടെ കാക്കാൻ്റെ പേരിൽ 12-ാം തീയതി ഞാൻ മൊഴി കൊടുക്കാൻ പോണ ദിവസം തന്നെ കൊണ്ടുവന്ന് FIR ഇടിപ്പിക്കുന്നത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഓക്കെ, പിന്നെന്താ കാപ്പടിക്കും എന്ന് പറഞ്ഞാൽ കോമൺ സെൻസ് ഇല്ല മാൻ, കോമൺ സെൻസ് ഇല്ലേ? ബുദ്ധിയില്ല എനിക്ക്, ബുദ്ധിയില്ലേ? ബുദ്ധി ഇല്ലെങ്കിൽ അറിയുന്നവരോട് ചോദിക്കും. ഓക്കെ, അറിയുന്നവരോട് ചോദിക്കും. ബുദ്ധി ഇല്ലെങ്കിൽ അറിയുന്നവരോട്. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പം BNS ആയാലും IPC ആയാലും അതിൻ്റെ ലോകളും കാര്യങ്ങളും എല്ലാം അറിയുന്നുണ്ടാവും. ഇത്ര പോലും ചിന്തിക്കാനൊരു കോമൺ സെൻസ് ഇല്ല. പിന്നെ ഈ പറഞ്ഞ എന്താണ്, പോക്സോ കേസിൽ എന്നെ വെറുതെ വിട്ടത് ഞാൻ ആ അതിജീവിത ഇപ്പോൾ കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്ത് എൻ്റെ പേരിൽ കേസെടുത്തു. പട്ടാമ്പി കോടതി കേസെടുത്തു. അപ്പുറത്ത് നോട്ടീസ് വരും, ഒക്കെ പോട്ടെ. ഒരു അതിജീവിതനായിട്ട് ഒരു കേസ് നടക്കുന്ന സമയത്ത് ഞാൻ, അതിജീവിത, കോടതി, അവളുടെ വക്കീൽ, എൻ്റെ വക്കീൽ, 4 പേരെ കോടതിയിലുണ്ടാവും. അവിടെ ഞാൻ എങ്ങനെ ഭീഷണിപ്പെടുത്തണം എന്നാലോചിച്ചു. ഞാൻ എവിടെ ഭീഷണി? കോടതി തെളിവില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് എന്നെ വെറുതെ വിട്ടിട്ടുള്ളത്. ഓക്കെ, ഒരു ചെറിയ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത, മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത നിഷാൽ അഹമ്മദ് അഥവാ സോഷ്യൽ നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ പോക്സോ കേസിലെ പ്രതി കുറ്റക്കാരനല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു. തിരൂർ അന്നാര കറുകപ്പറമ്പിൽ നിഷാലിനെയാണ് പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് ജുഡീഷ്യൽ സ്പെഷ്യൽ കോടതി
വിട്ടയച്ചത്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന കേസിൽ 2022 നിഷാലിനെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. 79 ദിവസം മലമ്പുഴ ജയിലിൽ റിമാൻഡിലാക്കി പാർപ്പിച്ചു. തുടർന്ന് ജാമ്യം നേടി. കോടതിയിൽ നിഷാൽ കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ പോലീസിന് സാധിച്ചില്ല. തന്റെ ആദ്യ ഭാര്യയും കാസർഗോഡുള്ള യുവാവും ചേർന്ന് കെട്ടിച്ചമച്ച കേസാണ് ഇതെന്ന് നിഷാൽ ആരോപിച്ചു. ഇന്ന് വരെ ജീവിതത്തിൽ ഞാൻ കാണാത്ത ഒരു വ്യക്തിയുമായിട്ട് ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ രീതിയിൽ എഫ്ഐആർ അടിപ്പിച്ചിരുന്നു. ഇന്ന് കോടതി അത് വെറുതെ കിട്ടും. എന്നാലും ഞാൻ ഇത്ര ദിവസം അല്ലെങ്കിൽ ഇത്ര വർഷം 3 വർഷത്തോളം അതിന്റെ പിന്നിൽ ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. ഇന്നും എനിക്ക് അനുകൂലമായിട്ട് പറഞ്ഞിട്ട് പോലും എന്റെ സമൂഹ മാധ്യമങ്ങൾ കാതർക്കരിക്കൂടെ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് ഇവര് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നിൽ കളിക്കുന്നത് എന്റെ മുൻ ഭാര്യ. കാരണം ഈ ബന്ധത്തിന് പിന്മാറിയപ്പോ ഇവിടെ നാട്ടില് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ലീക്കായിരുന്നു. അത് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് തെളിയിക്കാനൊന്നും ആയിട്ടില്ല. ആ വീഡിയോസ് എന്റെ കയ്യിൽ നിന്ന് വേറെ ആർക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് ഞാൻ ചെയ്തിട്ടുമില്ല. അതിന്റെ ശേഷം അവളെ കൊണ്ട് തന്നെ ഇവനൊരു കേസ് കൊടുക്കുകയുണ്ടായി. അതായത് വിവാഹം കഴിഞ്ഞ ഞാൻ അവളെ വിവാഹാവതരണം നൽകി പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ കേസ് നൽകുന്നുണ്ടായി. ഇന്ന് എല്ലാ കേസുകളും അതുമായി ബന്ധപ്പെട്ട എല്ലാവരും ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ ഇന്നിപ്പോ പറഞ്ഞിട്ടില്ല എങ്കിൽ നാളെ എനിക്കെതിരെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോലും, കാരണം എനിക്കെതിരെ എന്നെ കൊല്ലുമെന്ന് അല്ലെങ്കിൽ എന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞത് നിരന്തരം മെസ്സേജാണ് കാതർക്കരിക്കുന്നത്. മെസ്സേജ് എല്ലാം തെളിവായിട്ട് എന്റെ കയ്യിൽ. കേസിനു പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് നിഷാൽ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തിൽ ന്യൂസിൽ കയറിയതും അനക്കെതിരെയുള്ള മൊഴികൾ ഞാൻ കൊടുത്തതും നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തതും ഒക്കെ ഞാൻ അതിന്റെ ധൈര്യത്തിലാണ്. അല്ലാണ്ട് ഈ പറയുന്ന പോലെ വിടല് വിശ്വസിക്കാൻ കാതറണ്ടികൾക്ക് പറ്റുമായിരിക്കും. കാതർ ഇങ്ങനെ മലന്ന് കിടന്ന് തുപ്പിക്കഴിഞ്ഞാൽ അത് സ്വന്തം മേത്തേ ആവുള്ളൂ, പുറത്തോട്ട് തെറിക്കൂല. അതും കൂടി ഒന്ന് മനസ്സിലാക്കുക. മലർന്ന് കിടന്ന് തുപ്പുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മുഖത്ത് തന്നെ ആവുള്ളൂ, പുറത്തോട്ട് പോകില്ല. എൻ്റെ മുൻ കാമുകിയുമായിട്ടുള്ള നിന്റെ ബന്ധം കാരണമാണ് എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റായിട്ട് പ്രശ്നം വരുന്നത്. പിന്നെ വീഡിയോ കോളിൻ്റെ ദൃശ്യങ്ങൾ എന്നെ ഹണി ട്രാപ്പ് പെടുത്തുകയെന്ന് പറഞ്ഞു ആ FIR ഞാൻ കാണിക്കാം. ഈ FIRലുള്ള പ്രതി എൻ്റെ ഏറ്റവും ബെസ്റ്റ് കൂട്ടുകാരനായിരുന്നു നൗഫൽ ഉളിയത്തടുക്ക എന്ന് പറയുന്ന എൻ്റെ പാർട്ടിപരമായിട്ടും വ്യക്തിപരമായിട്ടുമുള്ള കൂട്ടുകാരനായിരുന്നു. സ്വന്തം കൂട്ടുകാരനാണ്. രണ്ട് പ്രാവശ്യം ചെയ്തു. എനിക്ക് ആദ്യം അവിടെ നിന്ന് തുടങ്ങാം. ഞാനാണ് ആദ്യം, നേരത്തെ ഞാൻ പറഞ്ഞോണ്ട് കേട്ടില്ല. നേരത്തെ ഞാൻ പറഞ്ഞോണ്ട് കാണിക്കൂ ഡിമാൻഡ് ഒന്നുമല്ല. നേരത്തെ ഞാൻ കൊറേ ചോദിച്ചു എന്നിട്ട് കാണിച്ചില്ല. ട്രാപ്പിൽ പെടുത്താൻ നോക്കൂ. അപ്പൊ ആ ഉടായിപ്പടം നിർത്തി. എൻ്റെ മൊഴിയും എൻ്റെ കയ്യിൽ വ്യക്തമായിട്ടുണ്ട്. എന്താണ്, ഞാനൊരു പെണ്ണുമായിട്ട് ഇങ്ങനെ ഒരു അഫെയറിലായിരുന്നു. അപ്പോൾ എൻ്റെ വികാരപരിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തെടുത്തു. എന്താ പിന്നെ ഹണി ട്രാപ്പാണെങ്കിൽ ആ പെണ്ണല്ല ഫസ്റ്റ് പ്രതിയായിട്ട് വരണ്ടേ? ഹണി ട്രാപ്പാണ് ഈ FIR എങ്കിൽ അതിൽ ഫസ്റ്റ് പ്രതിയായിട്ട് എങ്ങനെ എൻ്റെ കൂട്ടുകാരൻ വന്നു? ആ പെണ്ണല്ല വരണ്ടേ? പെണ്ണെവിടെ? എൻ്റെ മുൻ കാമുകിയുടെ പേരെവിടെ? പേരില്ല. അപ്പം ഈ അന്നക്ക് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും, ഈ പറയുന്ന എല്ലാ വൃത്തികളുടെ പൊട്ടത്തരങ്ങളും വിശ്വസിക്കുന്ന ആൾക്കാർ. പക്ഷെ അതിൽ ഞങ്ങളെ കൂട്ടരുത്. ഞങ്ങൾ ആ ഒരു കൂട്ടത്തിൽ ഈ കൂട്ടരുത്. കാരണം ഞങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടും പഠിച്ചിട്ടും തന്നെയാണ് ചെയ്യുന്നത്. അനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ വേശ്യകളായിട്ടുള്ള പെണ്ണുങ്ങളെ വെച്ച് എനിക്കെതിരെ FIR കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ അതെങ്ങനെ തെളിയിക്കണം, എങ്ങനെ പിടിക്കണം, എങ്ങനെ ചെയ്യിക്കണം എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഓക്കെ, അതുകൊണ്ട് ഈ പാനിക് ആവേണ്ട. കാതറണ്ടികളോടും ഞാൻ പറയാനുള്ളത്, നിങ്ങൾ പാനിക് ആവേണ്ട. ഞാൻ അത് തെളിയിക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ ഇത് തെളിയിക്കേണ്ടത്. പിന്നെ എൻ്റെ നാട്ടിലുള്ളവർക്ക് ഒരു പ്രശ്നവുമില്ല. എൻ്റെ നാട്ടിലുള്ളവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇത് ഫേക്ക് കേസ്. ഓക്കെ, അതിന്റെ ഇടയിൽ പറയാൻ വിട്ടുപോയി. ഇതില് ഇവരാരോടെ സംസാരിക്കുന്ന അറിയാം. അതായത് നിഷാദ് എന്ന് പറയുന്ന തിരൂരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. കാദർ കരിപ്പുടിയുടെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് എന്താണ്, തിന്നാൻ കൊടുത്തിട്ടാണ് അടിക്കാറ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ശബ്ദ സന്ദേശങ്ങൾ കേട്ടിട്ടില്ലേ? അതൊരു ഫേക്ക് കേസായിരുന്നു. പിന്നീട് ഇയാൾക്ക് ജാമ്യം കിട്ടാത്ത ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നിഷാദ് എന്ന് പറയുന്ന വ്യക്തി. ഞാൻ അവിടെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
ആ ഒരു മനുഷ്യനോട് കേട്ടോ അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനിടയിൽ പറയാൻ വിട്ടുപോയതാണ് ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്. ഖാദർ കരിപ്പൊടി ഒരുപാട് വീഡിയോസ് ആ വിഷയത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ടും പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ അതിന്റെ പിന്നെ ഒരു വലിയ കഥയുണ്ട്, അത് ഞാൻ ഒരു വീഡിയോയിൽ പറയാം എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. അതിനൊരു വീഡിയോ ദൃശ്യം കൂടി ഞങ്ങൾ കാണിച്ചത്. അപ്പോൾ എൻ്റെ നാട്ടിൽ എനിക്ക് നിൽക്കാനും വരാനും ഒരു പ്രശ്നമില്ല. പക്ഷെ എൻ്റെ നാട്ടിൽ എനിക്ക് അതുപോലെ ഇറങ്ങി നടക്കാനും പറ്റില്ല. മനസ്സിലായോ ഖാദറെ? നാട്ടിൽ ഇറങ്ങിയാൽ ചിലപ്പോൾ അടിയ പാർട്ടിക്കാരെയൊക്കെ ഒന്ന് കടി കിട്ടും ചിലപ്പോൾ. പണ്ട് ആ മറ്റേ എന്താണ് ഏതോ ഒരു സ്റ്റാഫിനായിട്ട് പോകുമ്പോൾ RSS ഹോട്ടലിലിട്ട് വളഞ്ഞിട്ടിട്ട് പിടിച്ച ഓർമ്മ ഉണ്ടോ? അതുപോലൊക്കെ ആയിപ്പോവും. അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നവുമില്ല. ഞാൻ എന്നെ വെല്ലുവിളിക്കുന്നുണ്ട്. എൻ്റെ നാട്ടിൽ എനിക്ക് വന്നിട്ട് എന്നെ ലൈവ് ഇടാൻ പറ്റും, എന്നെ വെല്ലുവിളിച്ച് എന്നെ നേരിട്ട് വരാൻ പറ്റും. അത്രയ്ക്ക് പോലും ഗഡ്സില്ല എനിക്ക്. ആണും പെണ്ണും ആണോ എന്നുള്ളത് തന്നെ ശരിക്കും നോക്കണം. പാൻ്റ് അയച്ച് ശരിക്കും നോക്കണം. പിന്നെ എനിക്കെതിരെ ഈ കൊണ്ടുവരുന്ന കാര്യങ്ങൾക്ക് ഞാൻ തെളിയിക്കാൻ ബാധ്യസ്ഥനാണ്. ഞാനിവിടെ വെറുതെ ഇരിക്കുന്നല്ലോ, എൻ്റെ വക്കീലന്മാരും വെറുതെ ഇരിക്കുന്നല്ല. എന്ത് കേസ് കൊണ്ടുവന്നാലും അത് തെളിയിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എൻ്റെ ID ബാൻ ചെയ്ത കാര്യം, എൻ്റെ ID എങ്ങനെ എനിക്ക് തിരിച്ചെടുക്കണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ മുബഷിറാനെ കൊണ്ട് FIR ഇടിയിപ്പിച്ചതും അത് എങ്ങനെ പൊട്ടിക്കണമെന്നും വ്യക്തമായിട്ട് പ്രൂഫുണ്ട്. ഞാൻ മുബഷിറയുടെ ഒരു വീഡിയോയിൽ പോലും അതിൽ പറഞ്ഞാൽ അതിൽ വ്യക്തമായിട്ട് എന്നെപ്പറ്റി പറയുന്ന കണ്ടന്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുമാണ് ഈ പെണ്ണിനെ വെച്ച് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അത് ഞാൻ ചെയ്തുകൊണ്ട് ഓക്കെ, ഈ പാനിക് ആവണ്ട. അപ്പം ഞാൻ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ ബാച്ചയും ഖാദറും തമ്മിലുള്ള കാര്യങ്ങൾ എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഇനി എന്നെ ബ്ലോക്ക് ചെയ്താലും ഇനി എൻ്റെ ID ബാൻ ചെയ്താലും ഞാൻ നോട്ടീസ് അടിക്കും. കേരളം ഒട്ടാകെ ഞാൻ പത്രക്കാർക്ക് പൈസ കൊടുത്ത് നോട്ടീസ് അടിച്ചിരിക്കും. ഓക്കെ, അതുകൊണ്ട് മുട്ടാൻ വരുന്ന സമയത്ത് ആളാരാണ് എന്താണ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മുട്ടാൻ വരിക. അപ്പം ഖാദറിൻ്റെ നുണകൾ പൊളിച്ചെടുക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും, ചെയ്തുകൊണ്ടേയിരിക്കും. പറയുന്നത് നിശാലാണ്. എല്ലാവർക്കും സന്തോഷം പരക്കട്ടെ, സുഖം പരക്കട്ടെ. അപ്പോൾ അസ്സലാമു അലൈക്കും. ഓക്കെ, ടാറ്റ ഖാദറെ.